ക്രൈസ്തലോ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കർത്താവിൽ നമ്മൾ അകന്നു പോയാൽ നമുക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, അങ്ങനെയായിരിക്കും. ദൈവത്തോട് ഇപ്പോൾ ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് സമാധാനം, സന്തോഷം, സ്വസ്ഥത ഇതെല്ലാം വരുന്നത്. നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയും കുറ്റം പറയുകയോ പകയോ വിദ്വേഷവും ഇങ്ങനെയുള്ള കർത്താവ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിച്ചാൽ ആ നിമിഷം കർത്താവ് നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മളത് എപ്പോഴും മറന്നു പോകരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമ്മളെപ്പോഴും വിശുദ്ധമായ ഹൃദയത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ദൈവമായിട്ട് നമ്മൾ നല്ലൊരു കണക്ഷൻ വരുവാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു ആരെങ്കിലും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ദൈവം നമുക്ക് പലതും പറഞ്ഞു തരും എന്നുള്ളതാണ്. ദൈവം നമ്മോട് കൂടെ ഫസ്റ്റ് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഇതെങ്ങനെയാണ് അന്യഭാഷയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ വിശുദ്ധമായ ഹൃദയത്തോടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് അന്യഭാഷ കിട്ടുന്നത്. അതിന് സഭയിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അന്യഭാഷ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? വിശുദ്ധമായ ഹൃദയം, ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയം അവരിലായിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടെ ഹൃദയം വരുമ്പോൾ മാത്രമേ അവർക്ക് അന്യഭാഷ വരം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ വിശുദ്ധമായ ഹൃദയമായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പകയും വിദ്വേഷമില്ലാതെ മറ്റുള്ളവർ നമ്മളെ ചിലപ്പോൾ നമ്മളൊന്നും അറിയാത്ത കാര്യമാണെങ്കിലും ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കുകയും സംസാരിച്ച് നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുകയൊക്കെ ചെയ്യും. നമ്മളൊന്നും അറിയത്തില്ലായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ വിഷമിക്കരുത്. ആരെന്ത് പറഞ്ഞാലും നമ്മളൊന്നും വിഷമിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ ഭാവം നമ്മളിലുണ്ടാകണം. അവരങ്ങനെ പറയുമ്പോൾ അവർ തെറ്റായ രീതിയിൽ സംസാരിക്കുകയും നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ എന്താ ഗുണം കിട്ടുന്നത്? അത് ആരുടെ സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നത്. അവരെ പോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത അവരെ പോലെ തന്നെ നമ്മളും ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വരണം. പാപമില്ലാതെ വിശുദ്ധമായ ഹൃദയത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരും. അപ്പോൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും നമ്മളൊന്നും അറിയാത്ത കാര്യമായിരിക്കും. നമ്മൾ ആർക്കും ദോഷം ചെയ്യാതെ പോവുകയാണെങ്കിൽ പോലും ആളുകൾ തെരഞ്ഞു പിടിച്ച് നമ്മൾ വന്ന് ഭാരപ്പെടുത്താൻ ശ്രമിക്കും.